السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال: من قال سبحان الله وبحمده ورثت له نخلة في الجنة. റവാഹു അത്‌തിർമിദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതും ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുമായ ഹദീസാണ് ഞാൻ കേൾപ്പിച്ചത്. അതിനുള്ള ആ ഒരു മത്തൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ് ഒരു ദിക്ർ. നമുക്കൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹ് പറയുന്നു, അൽഹംദുലില്ലാഹ് പറയുന്നു, അല്ലാഹു അക്ബർ പറയുന്നു. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ അളവിലും തോതിലും അതിനപ്പുറത്തേക്ക് അത് വ്യാപിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. ദിക്ർ ദായിമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അങ്ങനെ ദിക്റിൻ്റെ നനവോടുകൂടിയുള്ള നാവിൻ്റെ ഉടമകളായി മാറണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ലാത്ത പക്ഷം ദിക്ർ എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞോ അപ്പോൾ ബലൂണിൻ്റെ കാറ്റ് പോയതുപോലെ. പല ഹദീസിലും നമ്മൾ കേട്ടിട്ടില്ലേ, ദിക്ർ നടത്തുന്നവനും അല്ലെങ്കിൽ ദിക്ർ ചെയ്യുന്നവനും അതില്ലാത്തവനും തമ്മിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിക്കപ്പെട്ട രോഗിയെ പോലെയാണ്. എപ്പോൾ മാസ്ക് അഴിച്ചു വെച്ചോ അപ്പോൾ അവൻ്റെ കാറ്റ് പോകും. ഇതുപോലെ ദിക്ർ എപ്പോൾ നാവിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയോ അപ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ ഏറ്റവും സവിശേഷമായ ഒന്ന് വേണമെങ്കിൽ ദിക്റുകളുടെ ഏറ്റവും സുപ്രധാനമായ ദിക്ർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ദിക്റാണ് ഈ പറയപ്പെട്ടത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സവിശേഷപ്പെടുത്തിയത് മൻ ഖാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അറിയാവുന്ന മറ്റൊരു ദിക്റാണ്. വറസല്ലാഹു ലഹു ബികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ഷജറതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ആ പറഞ്ഞ ഓരോ വാക്കിനും തത്തുല്യമായ ചെടികൾ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി നടും. ആരെങ്കിലും ഏൽപ്പിക്കില്ല, മലക്കുകൾ പറയില്ല, അല്ലാഹ് നടും നമുക്ക് വേണ്ടി. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു മരമുണ്ട്, അത് വാപ്പാൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. അത് കുറച്ച് ഇലവ് വീണിട്ടും കേട് വന്നിട്ടും പെരമൽക്ക് കൊമ്പ് വീണാലും ഒക്കെ മുറിച്ചു മാറ്റാന്ന് പല ആൾക്കാരും പറഞ്ഞാൽ ആ വാപ്പാനോടുള്ളൊരു ആദരവ് സൂചകമായിട്ട് നമ്മളെ മുറിക്കാൻ കുറച്ച് പ്രയാസപ്പെടും. അതല്ല മറ്റു പലതായിരുന്നാലും. എന്നാൽ ഇവിടെ ഒരു വിശ്വാസി എന്താ അതിന് മാത്രം ചെയ്തത്? കോടിക്കണക്കിന് സക്കാത്തോ അല്ലെങ്കിൽ ഹദിയോ കൊടുത്തില്ല, മറ്റേതെങ്കിലും പ്രബലമായ ഇബാദത്തുകളൊന്നും ചെയ്തില്ല. അവനവൻ്റെ നാവുകൊണ്ട് കഴിയുന്നത് ആരും അറിയാതെ ഇങ്ങനെ നിശബ്ദമായി നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റു തരം സന്ദർഭങ്ങളിലുമൊക്കെ അതിങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അറിയാത്തൊരു ദിക്റൊന്നുമല്ലല്ലോ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നൊക്കെ പറയാത്ത ഒരു പണിയുമില്ല. അപ്പം അത് പറഞ്ഞാൽ കിട്ടുന്ന കൂലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഇമാം തുബ്രാനി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. വൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ. മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഞാൻ കാണുകയുണ്ടായി. ലൈലത ഉസിരിയ ബി, എന്നെ ഇസ്രാ നടത്തിയ സന്ദർഭത്തിൽ. ഫഖാൽ, അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുഹമ്മദ് ഇഖ്റഉ ഉമ്മത്തിക അന്നി അസ്സലാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മത്തിനോട് എൻ്റെ സലാം പറയാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു വഅഖ്ബിറഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അത് നല്ല മണ്ണാണ്. അദ്ബുൽ മാ, അതുപോലെ തന്നെ സ്വച്ഛമായ ജലമാണ്. വ അന്നഹാ ഖിആനുൻ വ അന്ന ഇറാസഹാ, തീർച്ചയായും അത് നീണ്ടു വിശാലമായതും കൃഷി ചെയ്യാൻ അനുയോജ്യമായതുമാണ്. അവിടുത്തെ കൃഷി എന്താ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ.
ഇതിവിടെ കൃഷി ചെയ്താൽ നാളെ പരലോകത്ത് അതിൻ്റെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്കൊരു ഹദിയ എന്ന രൂപത്തിൽ നമ്മെ ഏൽപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ദായിമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ എല്ലാവിധ സൽഫലങ്ങളും ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ആയി കഴിയുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മെയും കാത്തുരക്ഷിക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത, ക്ഷമിക്കാൻ വയ്യാത്ത, മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ അത് കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും വിഷമവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.